നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്. ബജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകി കാട്ടകമ്പൽ പഞ്ചായത്ത് ബജറ്റും അവതരിപ്പിച്ചു. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായ പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. പശ്ചിമേഷ്യയിലെ സംഘർഷം. മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാടിന്റെ തീരമേഖലയിൽ ആശങ്ക ശക്തം. സാമ്പത്തിക തൊഴിൽ പ്രതിസന്ധികളും അസമാധാന അന്തരീക്ഷവുമാണ് നാടിന് ഭീതിയാകുന്നത്. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് ഊന്നൽ നൽകി നഗരസഭാ ബജറ്റ്. നഗരസഭയുടെ 2025-26 വർഷത്തെ പുതുക്കിയ ബജറ്റിന്റെയും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റിന്റെയും അവതരണം നടത്തി. 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6,51,23,184 രൂപ മുന്നിരിപ്പും 200,17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206,68,82,184 രൂപ വരവും 199,60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7,08,78,154 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് ഈ സഭയിൽ അവതരിപ്പിക്കുന്നത്. രാവിലെ 11-ന് ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ബജറ്റ് അവതരിപ്പിച്ചത്. 13,48,95,319 രൂപ മുന്നിരിപ്പും 86,88,56,760 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 100,37,52,079 രൂപ വരവും 93,86,28,895 രൂപ ചിലവും 6,51,23,184 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6,51,23,184 രൂപ മുന്നിരിപ്പും 200,17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206,63,82,184 രൂപ വരവും 199,60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7,08,78,184 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 2030 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക, പരിസ്ഥിതി സംരക്ഷിക്കുക, സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച 17 ആഗോള ലക്ഷ്യങ്ങളായ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലൂന്നിയാണ് ഈ വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ലഭ്യമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വിവരങ്ങളെ വികസന ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനായി ഒരു ഡാറ്റാ കോർഡിനേഷൻ ആൻഡ് അനാലിസിസ് സെന്റർ സ്ഥിരമായി സ്ഥാപിക്കും. കുന്നംകുളത്തിന്റെ കച്ചവട പാരമ്പര്യത്തെയും ആധുനിക സാധ്യതകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മാതൃകാ സംരംഭക നഗരമായി കുന്നംകുളത്തെ വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാരി വ്യവസായികളെയും ഭരണസമിതിയെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന സിറ്റി ബിസിനസ് കൌൺസിൽ ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും. സംരംഭകർക്ക് നിയമപരവും സാങ്കേതികവുമായ വിവരങ്ങൾ നൽകുന്നതിന് ആധുനിക സംരംഭകത്വ ഓഫീസ് ആരംഭിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഈ രേഖ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായി ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 2005-10 കാലയളവിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന എനിക്ക് ഈ ബജറ്റ് തയ്യാറാക്കുന്ന വേളയിൽ ലഭ്യമായ സ്ഥിതിവിവര കണക്കുകൾ താരതമ്യപ്പെടുത്തി വിശകലനം ചെയ്യാൻ സ്വാഭാവികമായും വ്യക്തിപരമായ ഒരു അവസരം ലഭിക്കുമല്ലോ. അക്കാലയളവിൽ ലഭ്യമായിരുന്ന തനത് വരുമാനത്തിൻ്റെയും സർക്കാർ സഹായങ്ങളുടെയും തുകയിൽ ഇന്ന് ഭീമമായ വ്യത്യാസമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഏതാണ്ട് എല്ലാ മേഖലകളിലും അന്നത്തെ പരിമിതികൾ മറികടക്കാൻ ഇന്ന് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.
കേരളത്തിലെയും പുറത്തെയും മികച്ച സംരംഭകരെ കുന്നംകുളത്തേക്ക് ആകർഷിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി തേടുന്നതിനുമായി കുന്നംകുളം ആഗോള സംരംഭക സംഗമം സംഘടിപ്പിക്കും. നഗരസഭയുടെ വിവിധ വകുപ്പുകളിലും വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും ലഭ്യമായ വിവരങ്ങളെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള വികസന ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനായി ഒരു ഡാറ്റാ കോർഡിനേഷൻ ആൻഡ് അനാലിസിസ് സെന്റർ സ്ഥിരമായി സ്ഥാപിക്കും. കുറുക്കൻപാറ കരിങ്കൽ തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി കെട്ടിട നിർമ്മാണം, കായ മാർക്കറ്റ് പാർക്കിംഗ് ഏരിയയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയം, കോട്ടക്കുന്നിൽ കൊമേഴ്സ്യൽ ഓഫീസ് കോംപ്ലക്സും മിനി കമ്മ്യൂണിറ്റി ഹാളും, നഗരസഭ വനിതാ ഹോസ്റ്റലിന് പുതിയ ബ്ലോക്ക് നിർമ്മിച്ച വിപുലീകരണം, അച്ചടിയുടെ കേന്ദ്രമായ കുന്നംകുളത്ത് എല്ലാ വർഷവും നഗരസഭയുടെ നേതൃത്വത്തിൽ അക്ഷരോത്സവം സംഘടിപ്പിക്കും. കാർണിവൽ, പ്രദർശന വിൽപ്പന മേളകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി പദ്ധതികൾക്കായി 20 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഉൽപാദന രംഗത്തെ ഇടപെടലുകൾക്കും ഭക്ഷ്യസംസ്കരണശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായത്തിനുമായി 5 കോടി രൂപ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾക്കായി 50 ലക്ഷം രൂപയും, കുന്നംകുളത്തിന്റെ ചരിത്രം തയ്യാറാക്കാനും സോവനീർ പ്രവർത്തനങ്ങൾക്കുമായി 15 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആലത്തൂർ, തിരുത്തിക്കാട് പാടശേഖരങ്ങളിൽ ജലസംഭരണികൾ തുടങ്ങിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 2005-2010 കാലയളവിൽ നഗരസഭയുടെ ചെയർമാനായിരുന്ന PG ജയപ്രകാശ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മത്സരിച്ച് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും വൈസ് ചെയർമാനായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. ജയപ്രകാശ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ബജറ്റ് അവതരിപ്പിച്ച സൗമ്യ അനിലൻ നഗരസഭാ ചെയർപേഴ്സണായി യോഗം നിയന്ത്രിച്ചത് കൌതുകകരമായിരുന്നു. ദീർഘവീക്ഷണത്തോടെ നഗരസഭയുടെ സർവ്വതോന്മുഖമായ വികസനമാണ് ബജറ്റിലൂടെ ലക്ഷ്യമിട്ടതെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. ബജറ്റ് അവതരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നഗരസഭാ ഉപാധ്യക്ഷൻ. ചടങ്ങിൽ ബജറ്റിന് മുഖചിത്രമൊരുക്കിയ വെള്ളിത്തിരുത്തി സ്വദേശി നിധിനെ ആദരിച്ചു. നഗരവികസനത്തെക്കുറിച്ചുള്ള തനതായ കാഴ്ചപ്പാടുകൾ വർണ്ണചിത്രങ്ങളിലൂടെ ബജറ്റ് പുസ്തകത്തിന്റെ കവർ പേജാക്കി മാറ്റിയ യുവ പ്രതിഭയ്ക്ക് നഗരസഭയുടെ ആദരം. MK നിധിനെയാണ് ആദരിച്ചത്. ബജറ്റ് അവതരണത്തിന് ശേഷം ചെയർപേഴ്സന്റെ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നിധിനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. കുന്നംകുളം നഗരത്തിലൂടെയുള്ള സ്ഥിരം യാത്രക്കാരനായ നിധിൻ തന്റെ നഗരത്തെ വിദേശ രാജ്യങ്ങളിലെ ടൗണുകളോട് താരതമ്യപ്പെടുത്തിയാണ് മുഖചിത്രം ഒരുക്കിയത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളെ പോലെ നമ്മുടെ പട്ടണമാക്കിക്കൂടാ എന്നത് കുറിച്ച് മൂപ്പര് സങ്കല്പത്തിലെ ഒരു ചിത്രം വരച്ചു കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, കുന്നംകുളം MLAയുടെ ഫണ്ടിൽ നിന്ന് 95 കോടി രൂപ നമുക്ക് നഗരവികസനത്തിന് വേണ്ടി മാത്രം, ബെൽമൗത്ത് വികസനത്തിന് മാത്രം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബസ് സ്റ്റാൻഡ് പൊളിക്കുകയാണ്. പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് ആണ് അതിൻ്റെ ആശയം. അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സങ്കല്പമായിരിക്കണം നമ്മുടേത്. അങ്ങനെ അപ്പോൾ അതിനുശേഷം ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ഇയാളെ വിളിക്കുകയും നമുക്കിതിന് വേണ്ടിയുള്ള ഒരു സങ്കല്പം ഉണ്ടാവണം, അതുകൊണ്ട് ഇത് വരച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചിത്രമാണ് നമുക്കിവിടെ ഇന്ന് നമ്മൾ മുഖചിത്രമായിട്ട് കൊടുത്തത്. എന്തുകൊണ്ട് നമ്മുടെ പട്ടണം ഇങ്ങനെ ആയിക്കൂടാ എന്ന അയാളുടെ സ്വപ്നത്തിൽ നിന്നാണ് ഈ ചിത്രം ഉണ്ടായത്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികൾക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. നഗരവികസനത്തിനായി സർക്കാർ 95 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി റിംഗ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ബജറ്റിൽ മുന്തിയ പരിഗണനയാണ് നൽകിയിരിക്കുന്നത്. നഗരവികസനവും പരിസ്ഥിതി സൗഹൃദപരമായ സുസ്ഥിര വികസനവുമാണ് ബജറ്റിന്റെ ആണിക്കല്ലെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. അതിദാരിദ്ര്യമുക്തമായെങ്കിലും നഗരസഭാ പരിധിയിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ നടപടികളുടെ തുടർച്ചയുണ്ടാകുമെന്നും നാടിന്റെ തനിമയുള്ള ജൈവ അരി വിപണിയിലെത്തിക്കാൻ ഊർജിത ശ്രമം നടത്തുമെന്നും PG ജയപ്രകാശ് പറഞ്ഞു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പുഷ്പ ജോൺ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. 1,84,93,411 രൂപ മുന്നിരുപ്പും 39,64,68,411 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 41,49,61,852 രൂപ വരവും 39,28,53,172 പ്രതീക്ഷിത ചെലവും 36,15,269 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം കൃഷി, ആരോഗ്യം, ജലസംരക്ഷണം, കുടിവെള്ളം, സംരംഭകത്വ വികസനം, ഭൂരഹിത ഭവനരഹിതർ ഇല്ലാത്ത കേരളം എന്നീ മേഖലകളും
PMAY, ലൈഫ് മുതലായ പദ്ധതികളിലൂടെ എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യം കൂടി ഊന്നൽ നൽകുന്ന ബജറ്റാണ് ഉപാധ്യക്ഷ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CN പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്, മറ്റ് മെമ്പർമാരായ ആൻഡോ പോൾ, ജിനി KS തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അഭിലാഷ് MR സ്വാഗതവും ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്ത് നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. 3,14,93,073 രൂപയും വരവിനത്തിൽ 27,43,75,000 രൂപയുമടക്കം ആകെ 30,58,68,073 രൂപ വരവും ചിലവനത്തിൽ 23,63,63,960 രൂപയും കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ സർവോന്മുഖമായ വികസനം ലക്ഷ്യമാക്കി 26-27 സാമ്പത്തിക വർഷത്തേക്കുള്ള നിയമാനുസൃതമായ ധനവിനിയോഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ വിശദമായ ബജറ്റ് ഭരണസമിതിയുടെ ചർച്ചയ്ക്ക് ശേഷം നിർദ്ദേശങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് വൈസ് പ്രസിഡന്റ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് മീഡിയ മുൻ നീക്കിയിരിപ്പടക്കം 30,58,68,073 രൂപ വരവും 29,63,93,960 രൂപ ചെലവും 94,74,113 രൂപ മിച്ചവും കണക്കാക്കിയുള്ള ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ് പ്രസിഡന്റുമായ മിനി ഐപ്പ് അവതരിപ്പിച്ചത്. താലൂക്കിലെ നെല്ലറയായ പഞ്ചായത്തിൽ നെൽകൃഷി വികസനത്തിനായി 35 ലക്ഷവും മൃഗസംരക്ഷണത്തിന് 18 ലക്ഷവും പാർപ്പിട പ്രശ്ന പരിഹാരത്തിന് 3 കോടിയും ആരോഗ്യമേഖലയിലേക്ക് 12 ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് 28 ലക്ഷമാണ് നീക്കിവച്ചിരിക്കുന്നത്. കുടിവെള്ളം, ശുചിത്വം എന്നിവയ്ക്ക് 25 ലക്ഷവും പട്ടികജാതി വികസനത്തിന് 1,21,70,75,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്ക് 1,56,500,000 ലക്ഷവും സദ്ഭരണത്തിന് 18,73,000 രൂപയും 2026-27 വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ 25 ലക്ഷം വകയിരുത്തി ബെഡ്സ് സ്കൂൾ നിർമ്മിക്കും. അയനൂരിൽ ക്രിമിറ്റോറിയത്തിനടുത്ത് ഡയപ്പർ, നാപ്കിൻ പാഡ് എന്നിവ സംസ്കരിക്കാൻ 25 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. കുറഞ്ഞ ചെലവിൽ കുപ്പിവെള്ളം ലഭിക്കാൻ വാട്ടർ ATMന് 6 ലക്ഷം രൂപ വകയിരുത്തി. ഡയാലിസിസ് രോഗികൾക്ക് മാസം തോറും 4,000 രൂപ നൽകാൻ 12 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേൾവിശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ വിതരണവും, ഓപ്പൺ ജിം, യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ്, SC വനിതകൾക്ക് ഓട്ടോറിക്ഷ, ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ സ്രായിൽക്കടവ്, ചെറുവള്ളിക്കടവ്, പെരുന്തുരുത്തി പ്രദേശങ്ങളിൽ ടൂറിസം പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്കായി വിവിധങ്ങളായ സമ്മർ ക്യാമ്പുകൾ, തെരുവുനായ്ക്കൾക്കെതിരെ പ്രതിരോധത്തിനും പന്നികളെ നിർമ്മാർജ്ജനം ചെയ്യാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും വേപ്പിൻ തൈ നൽകി വേപ്പിൻ ഗ്രാമപഞ്ചായത്താക്കി മാറ്റാൻ 1,50,000 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. നെൽകർഷകർക്ക് കൂലിച്ചെലവിനത്തിൽ കഴിഞ്ഞ വർഷം നൽകിയ ഏക്കർ ഒന്നിന് 2,300 രൂപയിൽ നിന്നും 5,700 രൂപയാക്കി ഉയർത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ അരുൺദാസ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് ബജറ്റിൽ നൂതന പദ്ധതികളൊന്നുമില്ലെന്നും സ്ഥിരം പദ്ധതികൾക്ക് മാത്രമാണ് പണം വകയിരുത്തിയിട്ടുള്ളതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലൈഫ് സമ്പൂർണ്ണ പദ്ധതി നടപ്പിലാക്കണമെന്നും തൊഴിൽമേളകൾ നടത്തി പുതിയ സംരംഭങ്ങൾ തുടങ്ങണമെന്നും പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തണമെന്നും പ്രതിപക്ഷ അംഗങ്ങളായ CK സദാനന്ദൻ, TS മണികണ്ഠൻ, PM അലി എന്നിവർ ആവശ്യപ്പെട്ടു. വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒഴിഞ്ഞെടുക്കുന്ന കുറച്ച് സ്ഥലം കൂടിയുണ്ട്. ആ സ്ഥലം മറ്റൊരാൾ വാങ്ങിക്കാൻ ഇടവ സാധ്യതയില്ല. പക്ഷെ ആ സ്ഥലം കൂടി വാങ്ങിച്ച് വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ, കാരണം ഇപ്പോഴൊന്നും കുഴൽക്കിണർ ഇനി രക്ഷപ്പെടില്ല. അപ്പൊ ചെറുതിരുത്തി മോഡലിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറുതിരുത്തിയിലുള്ള ഒരു ഓപ്പൺ വെൽ കുടിവെള്ള പദ്ധതി. ആ ചെറുതിരുത്തി മോഡൽ കുടിവെള്ള പദ്ധതി വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് തുടങ്ങേണ്ടത് S പ്ലാറ്റിൽ നിന്നായി കഴിഞ്ഞാൽ ഗുണം അവിടെ ആ കിണറിലെ വെള്ളം ഉപയോഗശൂന്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കിണർ പുതിയതായി കുഴിച്ചാൽ
ആ സ്ഥലം വാങ്ങി ഒരു കിണർ കുഴിച്ചാൽ അവിടേക്കും സമീപ പ്രദേശത്തുമുള്ള വാർഡുകളിൽ. മറ്റു വാർത്തകളിലേക്ക്. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായ പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. റമളാനിലെ 2ാമത്തെ 10ലേക്ക് പ്രവേശിച്ചതോടുകൂടി നോമ്പുതുറയിലും ഉദ്ബോധന ക്ലാസുകളും സജീവമാക്കിയിരിക്കുകയാണ് മുസ്ലിം മതവിശ്വാസികൾ. 30 അല്ലെങ്കിൽ 29 ദിവസത്തെ റമദാൻ എണ്ണുമ്പോൾ ദിവസങ്ങളെ 3 പത്തുകളായി തിരിച്ച് ആദ്യ 10 ദിനങ്ങളെ കാരുണ്യത്തിന്റേതെന്നും 2ാമത്തെ 10നെ പാപമോചനത്തിന്റെ 10 എന്നും 3ാമത്തെ 10നെ നരകമോചനത്തിന്റെ 10 എന്നുമാണ് വിശ്വസിക്കുന്നത്. ഇതിനായി ഓരോ 10ലും പ്രത്യേകം പ്രാർത്ഥനയും പ്രവാചകചര്യയായി പഠിപ്പിച്ചിട്ടുണ്ട്. നാഥന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിച്ച് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്തു നൽകാനും ഹൃദയം ശുദ്ധീകരിക്കുവാനുമുള്ള പ്രാർത്ഥനയോടെയാണ് 2ാമത്തെ 10നെ വിശ്വാസികൾ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ യുദ്ധം, മക്ക വിജയം എന്നിവയുടെ ഓർമ്മ ദിനങ്ങൾ കൂടിയാണ് 2ാമത്തെ 10. ചരിത്രത്തിന്റെ വഴിത്തിരിവായ ബദർ യുദ്ധം നടന്നത് റമളാൻ 17-നാണ്. അംഗബലത്തിൽ കുറഞ്ഞവർ ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ വിജയം നേടിയതാണ് ബദർ യുദ്ധം. ഈ ദിനത്തെ അനുസ്മരിച്ച് അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നോമ്പുതുറയും അന്നദാനവും സംഘടിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തതിനു ശേഷം തിരിച്ച് മക്കയിലേക്ക് വന്ന ദിനമാണ് മക്കം ഫതഹ് അഥവാ മക്ക വിജയം. ഇത് റമളാൻ 20-നാണ്. ഖുർആൻ പാരായണം ചെയ്തും പ്രാർത്ഥന നടത്തിയും റമളാനിന്റെ രാപ്പകലുകളെ സജീവമാക്കുന്നതിനോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യലും നോമ്പുതുറകളിൽ ഏർപ്പെടുന്നതും പ്രത്യേകം പുണ്യമാണ്. ഇതിന്റെ ഭാഗമായി വീടുകളിലും പള്ളികളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. മന്ദലാംകുന്ന് അൽ ഹിക്മ സലഫി മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉദ്ബോധന ക്ലാസിൽ ഹാരിസ് ആറ്റൂർ കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പിന്നീട് നടത്തിയ നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു. കുന്നംകുളത്തിന്റെ ദീർഘകാല സ്വപ്നമായിരുന്ന പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരം നാളെ നാടിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. CCTV സിനിമാ ചാനലിലൂടെ ചടങ്ങ് തത്സമയം സംപ്രേഷണം ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. ഏകദേശം 25 കോടി രൂപ ചെലവിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. AC മൊയ്തീൻ MLAയുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്ന് 2 ഘട്ടങ്ങളിലായാണ് പദ്ധതിക്കായി ഭരണാനുമതി ലഭ്യമാക്കിയത്. 4 നിലകളിലായി 5338 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് കെട്ടിടം. ഭിന്നശേഷി സ്ത്രീ സൗഹൃദമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇതിൽ ലിഫ്റ്റുകൾ, റാമ്പ്, ഫീഡിംഗ് റൂം, ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റുകൾ എന്നിവയുണ്ട്. താലൂക്ക് ഓഫീസിന് പുറമെ സിവിൽ സപ്ലൈസ്, ലേബർ ഓഫീസ്, GST, ഫുഡ് സേഫ്റ്റി, ഇറിഗേഷൻ തുടങ്ങിയ 9ഓളം വകുപ്പുകൾ ഇവിടെ പ്രവർത്തിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി താലൂക്ക് മന്ദിരം ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. നഗരസഭ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വനിതകളെ അണിനിരത്തി മന്ദിരത്തിനു മുന്നിൽ ദീപം തെളിയിച്ചു. AC മൊയ്തീൻ MLA ചടങ്ങിൽ ദീപം തെളിയിച്ചുകൊണ്ട് പങ്കെടുത്തു. ചടങ്ങിന്റെ സുഗമമായ നടത്തിപ്പിനായി AC മൊയ്തീൻ MLA ചെയർമാനായും കെ രാധാകൃഷ്ണൻ MP രക്ഷാധികാരിയായും 501 അംഗങ്ങളുള്ള വിപുലമായ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത്. നിലവിൽ ചുറ്റുമതിൽ നിർമ്മാണത്തിന്റെ അവസാനഘട്ട ജോലികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയോടനുബന്ധിച്ച് തന്നെ അലോഷിയുടെ പാട്ട് വെച്ചിട്ടുണ്ട്. നാളെ 4:30 മണി മുതൽ തുടങ്ങുകയും 5 മണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതിനുശേഷമുള്ള സമയത്ത് രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഈ കോമ്പൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ അലോഷിയുടെ പാട്ടും ഉണ്ടാവും. കുടുംബസമേതം എല്ലാവരെയും ഈ നാടിൻ്റെ വികസനത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിട്ടുള്ള താലൂക്ക് ഓഫീസിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വനിതാ ദിനത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 8 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കോളേജിലെ വനിതാ സെല്ലിന്റെ നേതൃത്വത്തിലാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയിലെയും സമീപത്തെ ചൊവ്വന്നൂർ, കടങ്ങോട്, ചൂണ്ടൽ, കണ്ടാണശ്ശേരി, പോർക്കുളം, കടവല്ലൂർ, കാട്ടകമ്പാൽ എന്നീ 7 പഞ്ചായത്തുകളിലെയും വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വനിതാ സംഗമം സംഘടിപ്പിക്കുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നേട്ടമുണ്ടാകും, നേട്ടത്തിനായി നൽകുക എന്നതാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഈ വർഷത്തെ ചിന്താവിഷയം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വ്യക്തിഗത നേട്ടങ്ങൾ കൈവരിച്ച വനിതകളെ ഈ സംഗമത്തിൽ ആദരിക്കും. നേട്ടങ്ങൾ കരസ്ഥമാക്കിയ വനിതകൾ 62 35 03 0044 എന്ന നമ്പറിലേക്ക്
വിശദ വിവരങ്ങളടക്കം വാട്സപ്പ് ചെയ്യേണ്ടതാണ്. ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OSC, പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, അധ്യാപകരായ M രശ്മി, T ആതിര, ജിൽസി ജെയിംസ്, വിദ്യാർത്ഥി പ്രതിനിധി KG അഖില എന്നിവർ പങ്കെടുത്തു. ആധുനികതയുടെ കടന്നുകയറ്റത്തിലും മാറാത്ത ചിട്ടകളുമായാണ് ഗുരുവായൂർ ക്ഷേത്രോത്സവം പാരമ്പര്യത്തിന് പകിട്ടേകുന്നത്. ഉത്സവകാലത്തെ പ്രധാന ആകർഷണമായ പ്രസാദ ഊട്ടിന് ഇന്നും കഞ്ഞി കുടിക്കാൻ പ്ലാവില കുമ്പിൾ തന്നെ വേണം. ഈ കുമ്പിളുകൾ തയ്യാറാക്കി നൽകാനുള്ള പാരമ്പര്യ അവകാശം പതിറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുകയാണ് മൂത്തേടത്ത് കുടുംബം. പാളപ്ലേറ്റിൽ കഞ്ഞിയും പുഴുക്കുമാണ് ഉത്സവ സമയത്തെ 9 ദിവസം രാവിലെയുള്ള പ്രസാദ ഊട്ട്. കഞ്ഞി കുടിക്കാൻ നൽകുന്നത് പ്ലാവില കുമ്പിളാണ്. 6 പതിറ്റാണ്ടായി മൂത്തേടത്ത് നാരായണൻ നായരും കുടുംബവുമാണ് ഇതിനാവശ്യമായ പ്ലാവില കുമ്പിൾ തയ്യാറാക്കി നൽകിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം മകൻ രാമചന്ദ്രൻ അച്ഛന്റെ പാത പിന്തുടർന്നു. 6 വർഷം മുമ്പ് രാമചന്ദ്രൻ മരിച്ചതോടെ അവകാശം മകൻ രഘുവിലെത്തി. നാരായണൻ നായരോടൊപ്പം വളരെ ചെറുപ്പത്തിലെ പ്ലാവില കുമ്പിൾ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് നൽകിയിരുന്നുവെന്ന് മകൾ നളിനി പറഞ്ഞു. അച്ഛനാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നത്. അച്ഛന്റെ കാലം തൊട്ട് ഞാനും ഏട്ടനും ഒപ്പം വന്ന് അച്ഛനെ സഹായിച്ച് ഇതുവരെയും എത്തി. ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഈ പ്രവൃത്തി. ഇപ്പൊ ഏട്ടന്റെ മോനാണ് ചെയ്യുന്നത്. പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാനും ഏട്ടനും കൂടിയാണ് 28 കൊല്ലത്തോളം ഞങ്ങൾ ചെയ്തു. ഇപ്പൊ ഏട്ടന്റെ മോൻ രഘുവും ഞാനും എന്റെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും കൂടി ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രവൃത്തി. രഘുവിന്റെ നേതൃത്വത്തിൽ 15ഓളം പേരാണ് ഈ പുണ്യകർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്നത്. ഇവർക്കൊപ്പം ഭക്തരും സഹായത്തിനുണ്ടാകും. പുലർച്ചെ 5 മണിയോടെ ആരംഭിക്കുന്ന ജോലികൾ 3 മണിയാകും അവസാനിക്കാൻ. അതുവരെ ഇവർ കുമ്പിൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അർപ്പണ മനോഭാവത്തോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് രഘു പറഞ്ഞു. അച്ഛന്റെ കാലശേഷം അത് അച്ഛനായിരുന്നു ചെയ്തിരുന്നത്. അത് പിന്നീട് അച്ഛന്റെ കാലശേഷം അത് എന്നിലേക്ക് എത്തിയതാണ്. 3 മണി വരെയാണ് നമ്മളെ ഈ പ്രസാദൂട്ട് കൊടുക്കുന്നത്. ഈ കഞ്ഞി കുടിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് പാളയും അതേപോലെ തന്നെ പ്ലാവിലയും. ആ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂര് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടൊക്കെയാണോ നമുക്ക് പ്ലാവുള്ളത് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിൽ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങുന്ന ഭഗവാന് മുന്നിൽ പന്തം പിടിക്കുന്നതും ദീപസ്തംഭങ്ങളും ചിരാതുകളും തെളിയിക്കുന്നതും ഇവരുടെ അവകാശമാണ്. ആദ്യകാലത്ത് ഇവരാണ് പാള കുത്തി നൽകിയിരുന്നത്. പാളപ്ലേറ്റ് വിപണി കൈയടക്കിയതോടെ അവകാശം പ്ലാവില കുമ്പിളിൽ ഒതുങ്ങി. ഇതിനാവശ്യമായ ഈർക്കിളി കഴുകി ഉണക്കി സൂക്ഷിക്കുകയാണ് പതിവ്. ആറാട്ട് കഴിഞ്ഞ് ഉത്സവം കൊടിയിറങ്ങുന്നതോടെ ഇവർ അടുത്ത വർഷത്തേക്കുള്ള ഈർക്കിൽ തയ്യാറാക്കി തുടങ്ങും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ പ്രസാദ ഊട്ടിനാവശ്യമായ വിഭവങ്ങൾ സമർപ്പിക്കാൻ ഭക്തർക്കും അവസരം. ഇതിനായി ദേവസ്വം കിഴക്കേ നടയിൽ ക്ഷേത്ര മതിലിന് സമീപം 3 ഉരുളികൾ സ്ഥാപിച്ചു. ഭക്തർക്ക് ഇതിൽ വിഭവങ്ങൾ സമർപ്പിക്കാനാകും. പ്രസാദ ഊട്ടിന് ആവശ്യമായ വിഭവങ്ങൾ ദേവസ്വം കരാർ അടിസ്ഥാനത്തിൽ വാങ്ങാറാണ് പതിവ്. ഭക്തരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ഭക്തർക്കും വിഭവങ്ങൾ സമർപ്പിക്കാൻ ദേവസ്വം അവസരമൊരുക്കുകയായിരുന്നു. ഇടിച്ചക്കയും പച്ചക്കറിയും പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള വിഭവങ്ങളാണ് പ്രസാദ ഊട്ടിന് വേണ്ടിവരുന്നത്. ദേവസ്വം പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതോടെ വിഭവങ്ങൾ സമർപ്പിക്കാൻ ഭക്തരുടെ തിരക്കാണ്. മറ്റു വാർത്തകളിലേക്ക്. പുന്നൂർകുളത്ത് CPI-യിൽ നിന്നും കൂട്ടമായി കൊഴിഞ്ഞുപോക്ക്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 29ഓളം പേർ പാർട്ടി വിട്ടു. ഇവർ CPM-ലേക്കെന്നാണ് സൂചന. CPI പുന്നൂർകുളം ലോക്കൽ സെക്രട്ടറി KS ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗം GB ജോസ്, ബ്രാഞ്ച് സെക്രട്ടറിമാരായ വാസുദേവൻ, സക്കീർ തൃപ്പറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. CPI ഗുരുവായൂർ മണ്ഡലം നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് പാർട്ടി വിട്ടവർ അറിയിച്ചു. CPI ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറിക്ക് 29 പേരും എഴുതിയൊപ്പിട്ട കത്ത് നൽകിയാണ് ഇവർ പാർട്ടി വിട്ടത്. പശ്ചിമേഷ്യയിലെ സംഘർഷം മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാടിന്റെ തീരമേഖലയിൽ ആശങ്ക ശക്തമാവുകയാണ്. സാമ്പത്തിക തൊഴിൽ പ്രതിസന്ധികളും അസമാധാന അന്തരീക്ഷവുമാണ് നാടിന് ഭീതിയാകുന്നത്. RH ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തേടി കടൽ കടന്ന് മണലാരണ്യത്തിൽ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. പതിറ്റാണ്ടുകളായി തുടരുന്നവരും പുതുതായി ജീവിത പച്ച തേടി പോയവരുമായി അനേകം പേരാണ് പുതിയ യുദ്ധ സാഹചര്യത്തിൽ വലിയ വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. നേരത്തെ ഗൾഫ് യുദ്ധം നടന്നപ്പോഴും സമാന പ്രതിസന്ധി നേരിട്ടവരാണ് ഇവിടെയുള്ളവർ. യുദ്ധത്തിന്റെ കെടുതികളിലേക്ക് പ്രവാസി കടന്നുപോകുന്ന സാഹചര്യം നാട്ടിലുള്ളവരും തത്സമയം മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്.
തന്ത്രപ്രധാന മേഖലകൾ വിട്ട് ജനവാസ മേഖലകളിലേക്കും യുദ്ധത്തിന്റെ അലയൊലികൾ എത്തുകയും പ്രദേശവാസികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ ഭീതിയോടെയാണ് നാട്ടിലുള്ളവർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ബോംബാക്രമണം ഞെട്ടലുണ്ടാക്കുന്നുവെന്നും അശാന്തിയുടെ അന്തരീക്ഷം വലിയ മാനസിക സംഘർഷമാണ് ഉണ്ടാക്കുന്നതെന്നും പ്രവാസി ബിസിനസ്സുകാരൻ കെ ഹംസക്കുട്ടി CCTVയോട് പറഞ്ഞു. ഇപ്പോൾ ഗൾഫിൻ്റെ മീതെ ഇറാൻ നടത്തുന്ന ഈ യുദ്ധഭീഷണി തീർച്ചയായും നമ്മുടെ പ്രദേശത്തിന് വളരെ വലിയ സാമ്പത്തിക തകർച്ച അനുഭവപ്പെടും. ഗൾഫിലുണ്ടാകുന്ന ഏതൊരു മാറ്റവും ചലനവുമൊക്കെ അത് പ്രതിഫലിക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ യുദ്ധഭീഷണിയും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുമൊക്കെ വളരെ വലിയ വേദനയാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം ഇനിയും നീണ്ടുപോയാൽ സമാനതകളില്ലാത്ത നഷ്ടങ്ങളുടെ ആശങ്കയാണ് ഉണ്ടാക്കുക. ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ് ചാവക്കാടിന്റെ സാമ്പത്തിക മേഖലയുടെ പ്രയാണം. ഇതിനും വലിയ ആഘാതമാണ് അപ്രതീക്ഷിത യുദ്ധം വരുത്തിവെച്ചതെന്ന് പ്രവാസിയായ അബ്ദുൽ ഖാദർ പറയുന്നു. പ്രത്യേകിച്ച് ഈ റംസാന്റെ മാസത്തിൽ ഇത്തരം ഒരു ആപത്ത്, ഒരു പ്രതിസന്ധി ഈ യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടായപ്പോൾ വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്, ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇവിടെ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൾഫിനെയാണ്. ഈ ഗൾഫിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുമ്പോൾ അവിടെ നിന്നുള്ള വരുമാനം മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ന് പറയുമ്പോൾ സക്കാത്ത്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് റംസാനിൽ എന്തെങ്കിലും കിട്ടും, കയ്യിൽ റംസാനിൽ എന്തെങ്കിലും ഫണ്ട് വരും. അപ്പോൾ കച്ചവടക്കാരും പ്രതീക്ഷിക്കുന്നത് റംസാൻ്റെ ഒരു കച്ചവടമുണ്ട്, ഒരു ഡ്രസ്സ് കടക്കാരായാലും പിന്നെ ഈ അരി ബിസിനസ് ആയാലും സക്കാത്ത് കൊടുക്കുന്ന ഫിത്തറിൻ്റെ അരി എല്ലാത്തിലേക്കും ഇതൊരു ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും മാത്രം സമ്മാനിക്കുന്ന ഈ രക്തച്ചൊരിച്ചിൽ എത്രയും വേഗം അവസാനിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ഏവരും. പുന്നയൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറയിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇലക്ട്രിക് പോസ്റ്റും തകർത്ത് അപകടം. പെരുമ്പിലാവ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് മാഞ്ചിറയിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മാഞ്ചിറ ബസ് സ്റ്റോപ്പും ഇലക്ട്രിക് പോസ്റ്റും പൂർണ്ണമായും തകർന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് മാഞ്ചിറ ചമ്മന്നൂർ റോഡ്. അപകടം നടക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. കുന്നംകുളത്ത് നിന്നുമെത്തിയ ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട കാർ അവിടെ നിന്നു മാറ്റി. അപകടത്തെ തുടർന്ന് മാഞ്ചിറ ചമ്മന്നൂർ പരിധിയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് പനമ്പട്ട വെട്ടാൻ പനയിൽ കയറിയ തൊഴിലാളിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്ഷകരായി അഗ്നിരക്ഷാസേന. വെസ്റ്റ് മങ്ങാട് പുളിഞ്ചോട് പനമ്പട്ട വെട്ടാൻ പനയിൽ കയറിയ തൊഴിലാളി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് പനയുടെ മുകളിൽ കുടുങ്ങി. കൊപ്പം വല്ലപ്പുഴ സ്വദേശി വടക്കേതിൽ വീട്ടിൽ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പനയിൽ കുടുങ്ങിയത്. തുടർന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ വിദഗ്ധമായി താഴെയിറക്കി. പനയുടെ മുകളിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതോടെ ഇയാൾക്ക് താഴെ ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. വിവരമറിഞ്ഞ ഉടൻ കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഏറെ പ്രയാസകരമായ ദൌത്യത്തിലൂടെ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് സേനാംഗങ്ങൾ ഇദ്ദേഹത്തെ സുരക്ഷിതമായി നിലത്തിറക്കിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ KU വിജയ് കൃഷ്ണ, അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ A അൻവർ, വാർഡ് മെമ്പർ തമ്പി K ജോബ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. താഴെയിറക്കിയ തൊഴിലാളിയെ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നുണ്ട്. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, ദേശീയ പതാക, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു. വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിലെ സ്നാക്സ് പാർലറിൽ വിൽപ്പന നടത്തി കിട്ടിയ പണം സാമൂഹ്യ സേവനങ്ങൾക്കുപയോഗിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ V സ്മിത പറഞ്ഞു. മരത്തങ്കോട് സ്കൂളിലെ NSS യൂണിറ്റ് മറ്റ് സ്കൂളുകളിലെ NSS യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനതായ പ്രവർത്തനങ്ങളിലൂടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം
തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിൻ്റെ കടപ്പാടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു. ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റുകിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര, വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയത് ഉൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. PTA, SMC, MPTA, OSA അധ്യാപകർ എന്നിവരുടെ പിന്തുണയും സഹകരണവും സ്കൂളിന്റെ മികച്ച നേട്ടങ്ങൾക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. പുന്നൂർകുളം തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള സ്വപ്നഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. NSS തൃശൂർ ജില്ലാ കൺവീനർ പ്രതീഷ് സന്ദേശം നൽകി. തണൽ ഭവന കൺവീനർ രേഖ ER, ഗുരുവായൂർ ക്ലസ്റ്റർ കൺവീനർ സുഭാഷ് മാത്യു, തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ജിഷ KI, തണൽ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ OSA പ്രസിഡന്റ് ജോമി തോമസ്, മുൻ പ്രധാന അധ്യാപിക കമല ടീച്ചർ, സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഷെബിൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീന ജോർജ് സ്വാഗതവും മുൻ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി നന്ദിയും പറഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ ജിനി C. ഗീവർ, മറ്റ് അധ്യാപകർ, NSS വളണ്ടിയർമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഗുരുവായൂർ വിന്നർ ക്ലബ് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ CJ ഡേവിഡ്, CD ജോൺസൺ എന്നിവർ നയിച്ച പാനലിന് വിജയം. 16-അംഗ ഭരണസമിതിയിലേക്ക് 2 പാനലുകളിലായി 27 പേരാണ് മത്സരിച്ചത്. നിലവിലെ ഭരണസമിതിയെ അനുകൂലിക്കുന്നവരുടെ പാനലിൽ 11 പേരും മുൻ പ്രസിഡന്റ് കൂടിയായ CJ ഡേവിസ് നയിച്ച പാനലിൽ 10 പേരുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ പോലെ വീറും വാശിയും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 6 മണി വരെയായിരുന്നു വോട്ടെടുപ്പ്. ആർക്ക അബ്ദുൾ ഹബീബ്, R ദേവദാസൻ, KS മോഹനൻ, രഞ്ജിത്ത് മായവൻ, CC റാഫേൽ, റഫീഖ് മുഹമ്മദ് അലി, K സജീവ്, PC സാജു, സിബിൻ ഇല്ലത്ത, PN സൂരജ്, സുബിരാജ് തോമസ് എന്നിവരാണ് നിലവിലുള്ള ഭരണസമിതിയെ അനുകൂലിക്കുന്ന പാനലിൽ മത്സരിച്ചത്. PS അക്ബർ, CJ ഡേവിസ്, ഗിൽബർട്ട് പാറമൽ, NP ഹംസ, CG ജയകുമാർ, CD ജോൺസൺ, CJ ജോസഫ്, P ജോഷി ജോസഫ്, ജ്യോതി സുരേന്ദ്രൻ, CA ലാഗോസ്, T പ്രദീപ് കുമാർ, സാബു ജോർജ്, K സേതുമാധവൻ, ER സോമൻ, N സുധാകരൻ, PJ വർഗീസ് എന്നിവരാണ് മറുവിഭാഗത്തിനായി മത്സരത്തിനിറങ്ങിയത്. 750ഓളം അംഗങ്ങളുള്ള വിന്നർ ക്ലബിന്റെ ഭരണസമിതിയിലേക്കുള്ള വോട്ടെടുപ്പിൽ 333 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 11 വോട്ടുകൾ അസാധുവായി. വിജയിച്ച പാനലിലുള്ളവർ പോൾ ചെയ്തതിന്റെ പകുതിയിലേറെ വോട്ടുകൾ നേടിയാണ് വിജയിച്ചത്. CJ ഡേവിഡ്, CD ജോൺസൺ എന്നിവർക്ക് 193 വോട്ടുകൾ വീതം ലഭിച്ചു. 158 വോട്ടുകൾ നേടിയ PJ വർഗീസിനാണ് വിജയിച്ച പാനലിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത്. വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ PU ഇക്ബാൽ വരണാധികാരിയായി. പുതിയ തലമുറകളെ വായനയിലൂടെ നേർവഴികളിലേക്ക് എത്തിക്കാൻ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ ജനകീയ വായനശാല പ്രവർത്തനം തുടങ്ങി. ശാന്തിഗ്രാമം വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഡംഗത്തിന്റെ ഓഫീസ് മുറിയാണ് ജനകീയ വായനശാലയായി പ്രവർത്തിക്കുന്നത്. വായനശാലയുടെ അനുബന്ധമായി ജനസേവന കേന്ദ്രവും പ്രവർത്തിക്കും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ മുരളി പെരുന്നെല്ലി MLA വായനശാല ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ മുഖ്യാതിഥിയായി. ജനപ്രതിനിധികളായ KV ഷിജു, MR രജീഷ്, VK സുരേന്ദ്രൻ, PK പ്രസാദ്, ദിൽന ധനേഷ്, രാജശ്രീ ഗോപകുമാർ, പ്രവിഷ മിഥുൻ, ജയ വിനോദൻ, തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ഗ്രാമീണ വായനശാല പ്രതിനിധി OC നിതിൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സനിത ശിവപ്രസാദ്, ED സണ്ണി എന്നിവർ സംസാരിച്ചു. വായനശാല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കാഞ്ഞാണി സൈമൺസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു.
പോർക്കുളം പഞ്ചായത്തിന്റെ സഹകരണത്തോടെ അക്കിക്കാവ് കമ്പിപ്പാലത്ത് വില്ലേജ് റെസ്റ്റോറന്റിൽ നിർമ്മിച്ച ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. ആധുനിക രീതിയിൽ നിർമ്മിച്ച ഖരദ്രാവക മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എ. ജ്യോതിഷ് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രേഖ ജയറാം അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ തമ്പി കെ. ജോബ്, സിന്ധു ബാലൻ, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ്, രുചി മാനേജിംഗ് ഡയറക്ടർ ടി.എ. ഉസ്മാൻ, ഹാറൂൺ ഉസ്മാൻ, രുചി ജനറൽ മാനേജർ മുഹമ്മദ് കാസിം, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർവാഹക സമിതി അംഗം സുന്ദരൻ നായർ, ജില്ലാ യൂണിറ്റ് ഭാരവാഹികളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുണ്യത്തിന്റെ സന്ദേശമുയർത്തി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിൽ പങ്കാളികളായി ആലിക്കര നവയുഗ കമ്മിറ്റി. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആനയെ ഒഴിവാക്കി അതിനുവേണ്ടിയിരുന്ന ഏക്കത്തുക നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിക്കാൻ വിനിയോഗിച്ചത് മനുഷ്യസ്നേഹത്തിന്റെ മഹത്തായ മാതൃകയായി മാറിയിരുന്നു. ആലിക്കരയിൽ അച്ഛനും മകനും നഷ്ടപ്പെട്ട് തകർന്നുപോയ കുടുംബത്തിലേക്കാണ് നവയുഗത്തിലെ 40 അംഗങ്ങൾ പ്രതീക്ഷയുടെ തണലായി എത്തിയത്. പൂരത്തിനായി 5 ലക്ഷം രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്ന ഗജവീരൻ ചിറക്കൽ കാളിദാസനെ ഒഴിവാക്കിയാണ് ആ തുക വീട് പുനരുദ്ധാരണത്തിന് വിനിയോഗിച്ചത്. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപയും മറ്റു മനുഷ്യസ്നേഹികളും ഉദ്യമത്തിന് സഹായം നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം തിരുവോണനാളിൽ കുടുംബത്തിന് താക്കോൽ കൈമാറി അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. 2011 ആരംഭിച്ച നവയുഗ കമ്മിറ്റിയിലെ 40ഓളം യുവാക്കളുടെ കൂട്ടായ്മ ഇത്തവണ പൂരം ഇരട്ടി മധുരമാക്കി. കാരുണ്യത്തിന്റെ വിത്തുപാകിയവർ ഞായറാഴ്ച പൂരത്തിന് ആനച്ചന്തത്തിന്റെ നെറ്റിപ്പട്ടം ചാർത്തി ഊക്കൻസ് കുഞ്ചുവിനെ എഴുന്നള്ളിച്ചു. ചെണ്ടമേളത്തിൽ സീനിയേഴ്സ് ശിങ്കാരിമേളത്തിന്റെ ആവേശവും കമാനവും വർണ്ണാഭമായ വൈദ്യുതി ദീപാലങ്കാരങ്ങളും ചാർത്തി മനുഷ്യത്വത്തിന്റെ പ്രകാശം ചൊരിഞ്ഞ അംഗങ്ങൾ എല്ലാവരും ഒരേ വസ്ത്രമണിഞ്ഞ് ഐക്യത്തിന്റെ സന്ദേശം പകർന്നു. ആനച്ചന്തത്തിന്റെ പൊൻതിളക്കത്തിനൊപ്പം മനുഷ്യത്വത്തിന്റെ നന്മയുടെ താളവും ഒന്നിച്ചുള്ള പൂരാവേശം പൂരപ്രേമികളുടെ മനം കവർന്നു. ആഘോഷങ്ങൾക്ക് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ചാലിശ്ശേരി പൂരത്തിനോടനുബന്ധിച്ച് ക്ഷേത്രവും പരിസരവും ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. ഭക്ഷ്യവസ്തുക്കൾ, ശീതളപാനീയങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ ബോധ്യപ്പെടുത്തി. കാലാവധി കഴിഞ്ഞതും വൃത്തിഹീനമായതുമായ ഭക്ഷ്യവസ്തുക്കളും നിരോധിച്ച ഡിസ്പോസിബിൾ ഗ്ലാസുകളും സ്ട്രോകളും മറ്റും പിടിച്ചെടുത്തു നശിപ്പിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എ. ശ്രീകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ. ബാലചന്ദ്രൻ, വി. പ്രശാന്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഉഷസ്, ജസീല, റഫീഖ്, ശ്രുതി എന്നിവരും ചാലിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും സംയുക്തമായി പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ആര്യമ്പാടം ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ ഞായറാഴ്ച നടന്ന കലാശപ്പോരിൽ യൂറോ സ്പോർട്സ് പടന്ന മറുപടിയില്ലാത്ത 1 ഗോളിന് KDS FC കീഴ്ശ്ശേരിയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. ആര്യമ്പാടത്തിന്റെ സമസ്ത മേഖലകളിലും സജീവമായിരുന്ന CM അബ്ദുള്ള മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് EKN ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ രജിസ്ട്രേഷനുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 7 മുതൽ ആരംഭിച്ച 15 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിൽ 16 അഖിലേന്ത്യാ ടീമുകളും 16 പ്രാദേശിക ടീമുകളും മാറ്റുരച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലധികം കാണികളാണ് കാൽപന്ത് കളിയുടെ മാസ്മരികത ആസ്വദിക്കാൻ ആര്യമ്പാടം സർവോദയം സ്കൂൾ ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ താൽക്കാലിക സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. സമാപന ചടങ്ങിൽ സംഘാടക സമിതി രക്ഷാധികാരികളായ ആലത്തൂർ MP കെ. രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, MR അനൂപ് കിഷോർ, PR അരവിന്ദാക്ഷൻ, സ്കൂൾ മാനേജർ K. ശശികുമാർ, കൌൺസിലർ PA അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശിക മത്സരത്തിൽ യുവധാര പാർലേക്കാട് OP ഫ്രണ്ട്സ് വളപ്പായ ടീമിനെ തോൽപ്പിച്ച ചാമ്പ്യന്മാരായി. അഖിലേന്ത്യാ മത്സരത്തിൽ യൂറോ സ്പോർട്സ് പടന്നയുടെ അനുരാഗ് ബെസ്റ്റ് അറ്റാക്കർ, കെൽവിൻ ബെസ്റ്റ് ഡിഫൻഡർ, KDS FC കീഴ്ശ്ശേരിയുടെ അൻഷിദ് ഖാൻ ബെസ്റ്റ് ഗോൾ കീപ്പറായും, പ്രാദേശിക കളിയിൽ യുവധാര സ്പോർട്സ് ക്ലബിന്റെ മൃജു ബെസ്റ്റ് അറ്റാക്കർ, അക്ഷയ് ബെസ്റ്റ് ഡിഫൻഡർ, OP വളപ്പായയുടെ അഭിജിത്ത് ബെസ്റ്റ് ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു. ഷാജി, ഹാരിഷ് ജയരാജൻ എന്നിവരായിരുന്നു കളി നിയന്ത്രിച്ചിരുന്നത്. വിജയികൾക്കും റഫറിമാർക്കും അനൗൺസർ നിസാർ പട്ടാമ്പിക്കുമുള്ള ആദരം നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, MR അനൂപ് കിഷോർ, സ്പോൺസർമാരായ ഡോക്ടർ ഐശ്വര്യ സുരേഷ്, PA അഷ്റഫ്, ലജീഷ് PU, KV ജോൺസൺ, മുൻ കൌൺസിലർമാരായ ജമീല ഷംസുദ്ദീൻ, ജിൻസി ജോയ്സൺ, EKN രക്ഷാധികാരി KV ജോസ്, പ്രസിഡന്റ് സുരേഷ് ബാബു മാസ്റ്റർ, സെക്രട്ടറി വിനോദ് MS, CK അജിത് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭ സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായി മേഖലയിലെ മികച്ച റെസ്റ്റോറന്റ് ആൻഡ് ക്യാന്റീനായി ദയ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചുവരുന്ന റോയൽ രുചി തെരഞ്ഞെടുക്കപ്പെട്ടു. രുചി ഗ്രൂപ്പിൽ നിന്നും മുഹമ്മദ് കാസിം AN
ബദ്രീന, KS ഫിദ എന്നിവർ ചേർന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവരിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരൻ നായർ ചടങ്ങിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായ് മുണ്ടക്കോടുള്ള വീടിന്റെ പോർച്ചിന് സമീപത്തുള്ള ചെടിത്തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് ആനിമൽ സ്നേക്ക് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 330 രൂപ. ചർമ്മം കുന്നംകുളം ചിറ്റഞ്ഞൂർ വയലോരം റോഡിൽ താമസിക്കുന്ന വെള്ളക്കട ഹരിദാസൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. ഭാർഗവി ഭാര്യയും അനീഷ്, അനിത, അശ്വതി എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. കുന്നംകുളത്തെ മാതൃകാ സംരംഭക നഗരമായി വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്. ബജറ്റിന്മേലുള്ള ചർച്ച നാളെ നടക്കും. സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2026-27 വർഷത്തെ പുതുക്കിയ ബജറ്റും 2026-27 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമിയാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും പ്രാധാന്യം നൽകി കാട്ടകമ്പാൽ പഞ്ചായത്ത് ബജറ്റും അവതരിപ്പിച്ചു. കാരുണ്യത്തിന്റെ 10 കടന്ന് മുസ്ലിം സമൂഹം പ്രാർത്ഥനാ നിർഭരമായ പാപമോചനത്തിന്റെ 10ലേക്ക് പ്രവേശിച്ചു. ഇതോടെ നോമ്പുതുറകളും ഉദ്ബോധന ക്ലാസുകളും സജീവമായി. പശ്ചിമേഷ്യയിലെ സംഘർഷം. മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാടിന്റെ തീരമേഖലയിൽ ആശങ്ക ശക്തം. സാമ്പത്തിക തൊഴിൽ പ്രതിസന്ധികളും അസമാധാന അന്തരീക്ഷവുമാണ് നാടിന് ഭീതിയാകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.